C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സുസ്മിതയാണല്ലോ. ഹലോ. ഹലോ, ബാലേന്ദ്രനല്ലേ? അതെ, ഞാൻ സുസ്മിതയാ. മനസ്സിലായി. നിങ്ങക്ക് ഗുണമുള്ളൊരു കാര്യം പറയാൻ കൂടിയാ ഞാൻ വിളിച്ചേ. കൂട്ടത്തിൽ എനിക്കും. അല്ലാതെ സുസ്മിത വിളിക്കില്ലല്ലോ. എന്നാ കേട്ടോ, നാളെ ഒരാളുടെ യാത്ര മുടക്കണം. യാത്ര മുടക്കാനോ? ആരുടെ? ഒരാളിവിടുന്ന് കളക്ടർ പരീക്ഷ എഴുതി പേഷ്കാറാകാൻ പോകുന്നു. അവളുടെ യാത്ര മുടക്കണം എന്നാ പറഞ്ഞേ. ഓ, ശാലിനി. അതെ ബാലേന്ദ്ര, ശാലിനി തന്നെ. അവൾ ഒരു പരീക്ഷയിൽ തോറ്റു. പക്ഷെ ഇപ്പൊ വീണ്ടും പരീക്ഷ എഴുതിയാ അവള് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അത്രയ്ക്ക് വാശിയിലും ആത്മാർത്ഥതയിലുമാ അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻ എക്സാം പാസ്സായ പിന്നെ ഇന്റർവ്യൂ എന്നൊരു കടമ്പ മാത്രമേ IAS എന്ന സ്വപ്നത്തിലേക്ക് അവളുടെ മുന്നിലുണ്ടാവൂ. അതുകൊണ്ട് അവള് നാളെ ആ പരീക്ഷ എഴുതാൻ പാടില്ല. അവളെങ്ങാനും ആ പരീക്ഷ പാസ്സായി കളക്ടറായി കഴിഞ്ഞാ പിന്നെ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ബാലേന്ദ്രന് നന്നായിട്ട് അറിയാലോ. മനസ്സിലായി സുസ്മിത. അവൾ എഴുതില്ല നാളത്തെ പരീക്ഷ. സുസ്മിത ധൈര്യമായിട്ട് ഫോൺ വെച്ചു. അവൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കൊടുക്കുന്നതേ ഞാനാ, ഈ ബാലചന്ദ്രൻ. അതെ, ഇനി എന്താ? ഈ കളക്ടറിന്റെ മുകളിലാരാ? മന്ത്രി. അല്ല, എന്നാ പിന്നെ ഇയാൾക്ക് മന്ത്രിയാവാൻ പഠിച്ചാ പോരെ? മന്ത്രി ആവാനേ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ ഇയാള് പഠിക്കണേ? എടോ, തന്നെ ഞാൻ മന്ത്രിയാക്കുമല്ലോ. അതെ, ഇനി ഇവിടെ ഇരുന്ന് ഒരു അക്ഷരം സംസാരിച്ചാലേ ഈ പെൻസിൽ വെച്ച് കുത്തി കൊല്ലും ഞാൻ. വേണ്ട, പെൻസിൽ കൊണ്ട് കുത്തേറ്റിട്ടുള്ള മരണം ഒരു ധീരന് ചേർന്നതല്ല. എന്ത് പണിയായി കാണിച്ചേ? എഴുന്നേക്കുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് എണീക്കണ്ടേ? ഇയാളല്ലേ പറഞ്ഞേ ഒരക്ഷരം വേണ്ടിയാ കുത്തിക്കൊല്ലൂന്ന്, അതും പെൻസിൽ വെച്ചിട്ട്. അയ്യോ, നമ്മളില്ലേ, ഇയാള് വലിയ കളക്ടർ, കൊന്ന കേസ് പോലും ഉണ്ടാവില്ല. അല്ല, ഇതിപ്പോ എന്തിനാ? ഇതാ, അതൊരു സർപ്രൈസേ, കാണിച്ചുതരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.